അപ്പോൾ ഗൈസ് നിങ്ങൾ ഇപ്പോൾ ഒരു സ്ക്രീനിൽ കണ്ടുള്ള ഈ ഒരു വീഡിയോ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയി കളിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമ്മുടെ CapCut അല്ലെങ്കിൽ VNL ഏതൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ ഡാഡ് മോം ഇവരൊക്കെ ഒരു ഇപ്പോഴത്തെ ഒരു പിക്ചറും പിന്നെ അവരെ പഴയ കാലത്തെ ഒരു പിക്ചറും വെച്ചിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് അപ്പോൾ ഈസിലി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ CapCut ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി CapCut ഇല്ലാന്നുണ്ടെങ്കിൽ VN ഇൻഷോട്ട് ചെയ്തിലാച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ ആരെയാണ് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു പഴയ കാലത്തെ ഒരു ഫോട്ടോയും പിന്നെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോക്ക് പകരം വീഡിയോ ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഫോട്ടോ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു ഇപ്പോഴത്തെ ഫോട്ടോയും പിന്നെ രണ്ടാമതായിട്ട് പഴയ ഫോട്ടോ അങ്ങനെയാണ് ഓർഡർ വരുന്നത്. അപ്പോൾ അതേപോലെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ റേഷ്യോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോന്റെ ആസ്പെക്ട് റേഷ്യോ 9:16 റേഷ്യോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയെ നിങ്ങൾ ആ ഒരു 9:16 ഫ്രെയിമിലേക്ക് ഫില്ലാക്കി കൊടുക്കുക. അതിനുശേഷം താഴത്തെ ആഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു റീലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു 2 ക്ലിപ്സിന്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യലാണ് മ്യൂസിക്കിന്റെ ബീറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒന്നാമത്തെ ഒരു ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ 6.6 സെക്കൻഡ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ അത് മ്യൂസിക് എൻഡ് ചെയ്യാനനുസരിച്ച് രണ്ടാമത്തെ ക്ലിപ്പിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നാമത്തെ ഇമേജിലേക്ക് രണ്ടാമത്തെ ഇമേജിലേക്ക് നമ്മൾ ചെറിയൊരു ടെക്സ്റ്റ് എഴുതി കൊടുക്കണം. അപ്പോൾ ടെക്സ്റ്റ് എന്താ എഴുതി കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് അവിടെ എഴുതി കൊടുക്കുമ്പോൾ നിങ്ങളൊരു ചെയ്യുന്ന ആളുടെ ഏജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിന് മാറ്റം വരുത്തിട്ടുണ്ട്. കറക്റ്റ് ഞാൻ ചെയ്ത പോലെ തന്നെ നിങ്ങൾ കോപ്പി പേസ്റ്റ് അടിക്കരുത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഏജ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം നിങ്ങൾ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ടെക്സ്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ആണ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയൊരു എഫക്റ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു 2 ഇമേജിന് നടുത്തൊരു വൈറ്റ് ബോക്സ് കാണാം. ആ ഒരു വൈറ്റ് ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ട്രാൻസിഷൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് നിങ്ങൾ നൈസ് ആയിട്ട് ആനിമേഷൻ എഫക്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ ടൂൾ ബോക്സിലെ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയി കഴിഞ്ഞിട്ട് അതിൽ നൈറ്റ് ക്ലബിൽ നിങ്ങൾക്ക് റീബൗണ്ട് സിംഗ് എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ 2 ഇമേജാണ് ആഡ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് അതിലേക്ക് ആഡ് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു സ്മൂത്ത് ആയിട്ട് ഒരു ഷേക്ക് ഇങ്ങനെ വരുന്ന ഒരു എഫക്റ്റ് നിങ്ങൾ ആ 2 ഇമേജസിലേക്ക് അവിടെ കിട്ടും. അപ്പോൾ ഇതും കൂടെ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഡിറ്റിംഗ് ഇവിടെ ഫിനിഷിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.